നമസ്കാരം സുഹൃത്തുക്കളെ, സഹാരി റേസ് പ്ലസിൻ്റെ പുതിയ ഒരു സീരീസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ സീരീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്നുകൂടി ഒന്ന് വർദ്ധിപ്പിക്കാനും റാങ്ക് മേക്കിങ്ങിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സീരീസിൻ്റെ പേര് ചോദ്യം വന്ന വഴി എന്നാണ്. അപ്പോൾ മുൻകാല പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള റിലേറ്റഡ് ഫാക്റ്റുകളും നമുക്കൊന്ന് പരിശോധിച്ച് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, കുറച്ച് ചോദ്യങ്ങൾ കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു സീരീസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഒരു പേനയും പേപ്പറും കയ്യിൽ കരുതുക. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ, അറിയാവുന്ന ഫാക്റ്റുകൾ നിങ്ങൾ വീണ്ടും വീണ്ടും എഴുതേണ്ട കാര്യമില്ല. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലൂടെ മാക്സിമം നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. ഈ ഒരു സീരീസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ മാക്സിമം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിച്ച് നിങ്ങളെ റാങ്ക് മേക്കിംഗ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സഹാരി റേസ് പ്ലസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി പുതിയ ഒരു സീരീസായിട്ടുള്ള ചോദ്യം വന്ന വഴിയെ എന്ന സഹാരി റേസ് പ്ലസിൻ്റെ പുതിയ ഒരു സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതെല്ലാം 2024 എന്ന് പറയുന്ന ആ ഒരു വർഷത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, വേർ എ പ്രൈമറി ഓർ സെൻട്രൽ സൊസൈറ്റി സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു എ സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി, സച്ച് ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ഡിസ്പോസ്ഡ് ഓഫ് within dash from the date of receipt, the applicant society is deemed member of the central or apex society. അല്ലേ? അപ്പോൾ ചോദ്യം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അഫിലിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ഈ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അഫിലിയേഷനാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന, അഫിലിയേഷനാണ് അല്ലേ? അപ്പോൾ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് സെക്ഷൻ 8A റൂൾ 16E ഒക്കെയാണ് അഫിലിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിനകത്തറിയാം എന്താണ് അഫിലിയേഷൻ എന്ന് പറയുന്നത്. അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സഹകരണ സംഘത്തിനെ അതിൻ്റെ അപ്പെക്സിലേക്കോ സെൻട്രൽ സൊസൈറ്റിയിലേക്കോ ഒക്കെ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അഫിലിയേഷൻ എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന പാഠഭാഗം എന്ന് പറയുന്നത് ഏതാണ്? 16E ആണ് അല്ലേ? റൂളിലാണെങ്കിൽ 16E-ലും സെക്ഷനിലാണെങ്കിൽ 8A-യിലുമാണ് നമ്മുടെ അഫിലിയേഷനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം അഫിലിയേഷനുകളെ പറ്റിയിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഏതാണ് ഉത്തരവെന്ന് പറയുന്നത്? 45 ദിവസമാണ് അല്ലേ? ഉത്തരവെന്ന് പറയുന്നത് 45 ദിവസം. നോക്കാം, 45 ദിവസം. അപ്പോൾ എന്താണ് അഫിലിയേഷൻ അല്ലേ? അതാദ്യം ഒന്ന് മനസ്സിലാക്കാം. 16E-ലും സെക്ഷൻ 8A-യിലുമാണ് നമ്മൾ അഫിലിയേഷനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രൈമറി സൊസൈറ്റികളും സെൻട്രൽ സൊസൈറ്റികളും അപ്പെക്സ് സൊസൈറ്റിയിലേക്കും അതുപോലെ തന്നെ അവരുടെ തൊട്ട് മുകളിലുള്ള സഹകരണ സംഘങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാണ്? അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടാണോ അല്ലേ? അഫിലിയേറ്റ് ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ അല്ലേ? അതാണ് നമ്മുടെ ആ ഒന്നാമത്തെ ചോദ്യം അല്ലേ? ഇപ്പോൾ അഫിലിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എന്താ പ്രശ്നം? അഫിലിയേറ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ വിചാരിക്കുക, എന്താ ഇപ്പോൾ പ്രശ്നം? അതിനിപ്പോൾ എന്താ പ്രശ്നം അല്ലേ? അഫിലിയേറ്റ് ചെയ്യാതിരുന്നാൽ ഒരു സഹകരണ സംഘം എന്നുള്ള രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. അതാണ് അഫിലിയേഷൻ ചെയ്യുന്നതും ചെയ്യാത്തതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ. അഫിലിയേഷൻ ചെയ്താൽ മാത്രമേ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഒരു സഹകരണ സംഘം എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട് അല്ലേ? അത് നമ്മൾ പ്രിവിലേജ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രിവിലേജസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രിവിലേജുകൾ എന്തെല്ലാമാണ്.
ഒരു സഹകരണ സംഘത്തിൻ്റെ ഒന്നാമത്തെ പ്രിവിലേജാണ് ഫസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്, അല്ലേ? എന്നാ ഫസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് മറ്റുള്ള ആരെക്കാളും ഒരു പ്രോപ്പർട്ടിയുടെ പുറത്തുള്ള സഹകരണ സംഘത്തിൻ്റെ ആദ്യത്തെ അധികാരത്തെയാണ് ഫസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി അതുപോലെ തന്നെ മറ്റൊരുപാട് അനേകം പ്രിവിലേജുകൾ ഒരു സഹകരണ സംഘത്തിനുണ്ടാവും. അതിലൊരെണ്ണമാണ് ഫസ്റ്റ് ചാർജ്, അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഡിഡക്ഷൻ ഫ്രം സാലറി ഒരു പ്രിവിലേജാണ്. ഇനി അതുപോലെ തന്നെ ചാർജസ് ആൻഡ് സെറ്റ് ഓഫ് ഒരു പ്രിവിലേജാണ്. റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു ബി അറ്റാച്ച്ഡ് അതൊരു പ്രിവിലേജാണ്, അല്ലേ? പിന്നെ എക്സംഷൻ ഫ്രം സർട്ടൈൻ ടാക്സ്, ഫീസ്, കമ്പൾസറി രജിസ്ട്രേഷൻ ഇതെല്ലാം എന്താണ്? പ്രിവിലേജുകളാണ്. അപ്പോൾ ഇത്തരം പ്രിവിലേജുകൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സഹകരണ സംഘം ഉറപ്പായും എന്ത് ചെയ്തിട്ടുണ്ടാവണം? അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ അഫിലിയേറ്റ് ചെയ്യേണ്ടത് സെക്ഷൻ 8A റൂൾ 16E അനുസരിച്ചാണ്. അഫിലിയേറ്റിനുള്ള ആപ്ലിക്കേഷൻ നൽകുന്നതിന് ഒരു കാലപരിധി പറയുന്നില്ല കേട്ടോ. അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക കാലപരിധി ആരും പറയുന്നില്ല. പക്ഷേ അതിന്മേലുള്ള തീരുമാനമുണ്ടാകുന്നതിന് ഒരു കാലപരിധിയുണ്ട്. അതിന്മേലുള്ള തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് 45 ദിവസമാണ് കാക്കേണ്ടത്. 45 ദിവസം കാക്കുക. 45 ദിവസം കാത്തു കഴിഞ്ഞിട്ടും ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടായതായി, അതായത് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ അംഗീകരിക്കപ്പെട്ടു എന്ന് കരുതുക വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, റൂള് 16E സെക്ഷൻ 8A നമ്മൾ അഫിലിയേഷനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. എല്ലാ സൊസൈറ്റികളും അവരുടെ മേലെ തട്ടിലുള്ള സൊസൈറ്റികളിലേക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത്തരം അഫിലിയേഷൻ ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടൊരു കാലപരിധി ഉണ്ടാകില്ല. ആ കാലപരിധി ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യേണ്ടതാണ്? ആ ഒരു കാലപരിധിയെ മറികടക്കേണ്ടതാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാലപരിധിയുണ്ട്, അല്ലേ? ആ കാലപരിധി എന്ന് പറയുന്നത് എന്താണ്? അതായത് അഫിലിയേഷൻ കൊടുക്കുന്നതിന്, അഫിലിയേഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് കാലപരിധിയില്ല. പക്ഷേ അതിന്മേലുള്ള തീരുമാനം ഉണ്ടാകുന്നതിന് കാലപരിധിയുണ്ട്, അല്ലേ? അപ്പോൾ അത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ പറയുന്നത് ഇതിനകത്ത്? അതായത് ഓൺ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ, അല്ലേ? അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ ലഭിച്ച് 45 ദിവസത്തിനകം അതിന്മേലൊരു തീരുമാനം ഉണ്ടാകണം. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ അത് പോസിറ്റീവാവാം, നെഗറ്റീവാവാം, അല്ലേ? പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനമാണ് ഉണ്ടാകുന്നത് എങ്കിൽ നമുക്കൊന്നുകിൽ അത് അറിയിക്കാം, അല്ലെങ്കിൽ അറിയിക്കാതെ ഇരിക്കാം. ഒന്നും അറിയുന്നില്ല, അതായത് 45 ദിവസമായിട്ടും നമ്മളൊന്നും അറിയുന്നില്ല, അല്ലേ? എന്താണ് ഇതിനകത്ത് പറയുന്നതെന്നോ ഇതിൻ്റെ ഡീറ്റെയിലുകൾ എന്താണെന്നോ ഒന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നൽകിയതായി കണക്കാക്കും, അല്ലേ? അതായത് അഫിലിയേഷൻ നൽകിയതായി കണക്കാക്കും. 45 ദിവസം കാത്തു, 45 ദിവസമായിട്ട് യാതൊരു തരത്തിലുള്ള മറുപടിയും ഇല്ല എങ്കിൽ ഈ അഫിലിയേഷൻ നൽകിയതായി കണക്കാക്കുന്നു, അഫിലിയേഷൻ നൽകിയതായി കണക്കാക്കും. ഇനി അയാൾക്കിതിനെ തള്ളിക്കളയണമെങ്കിൽ അയാൾ റെഫ്യൂസൽ ഉറപ്പായും നൽകണം, അല്ലേ? അയാൾക്ക് തള്ളിക്കളയാം. അയാൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനോട്, അല്ലെങ്കിൽ ഇവർക്ക് അഫിലിയേഷൻ നൽകുന്നതിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ സൊസൈറ്റി എന്നുള്ള രീതിയിലുള്ള ഒബ്ജക്റ്റുകളൊന്നും ഇവർ പാലിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു അഫിലിയേഷൻ തള്ളിക്കളയാം. അപ്പോൾ അഫിലിയേഷൻ തള്ളിക്കളഞ്ഞാൽ റെഫ്യൂസൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അപ്പീൽ ഉണ്ടാവുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. റെഫ്യൂസൽ ഉണ്ടെങ്കിൽ മാത്രമേ അപ്പീൽ ഉണ്ടാവുകയുള്ളൂ. അപ്പീലുള്ളിടത്ത് മാത്രമേ നമുക്ക് എന്താണ് റെഫ്യൂസലും ഉണ്ടാവുകയുള്ളൂ. ഇത് രണ്ടും എപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പീൽ ഉണ്ടെങ്കിൽ മാത്രം റെഫ്യൂസൽ, റെഫ്യൂസൽ ഉണ്ടെങ്കിൽ അപ്പീൽ, അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റെഫ്യൂസൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ അപ്പീലിന് പോകാൻ കഴിയുകയുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പീലിന് പോകേണ്ട സമയം എന്ന് പറയുന്നത് 30 ദിവസമാണ്. അതായത് റെഫ്യൂസൽ ഉണ്ടായി 30 ദിവസത്തിനകം നമ്മൾ എന്തിലേക്ക് പോവുക? അപ്പീലിലേക്ക് പോവുക. ഇനി അപ്പീലിന്മേലുള്ള മറുപടി ഉണ്ടാകേണ്ടത് 60 ദിവസമാണ്. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ 60 ദിവസം എന്ന് പറഞ്ഞ് നമ്മൾ അപ്പീലിനെ പഠിക്കും. അപ്പീലിന് പോകേണ്ടത് 60 ദിവസമാണെന്നൊക്കെ പറഞ്ഞ് പഠിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. 30 ദിവസത്തിനകമാണ് അപ്പീലിന് പോകേണ്ടത്. അപ്പീലിന്മേലുള്ള മറുപടി ഉണ്ടാകേണ്ടത് 60 ദിവസം. അപ്പോൾ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക.
എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അഫിലിയേഷനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. എന്താണ് അഫിലിയേഷൻ എന്നത് നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ട് ഒരു സൊസൈറ്റി അഫിലിയേറ്റ് ചെയ്യുന്നു എന്ന കാര്യം ഞാനിവിടെ പറഞ്ഞു. ഒരു സൊസൈറ്റി അഫിലിയേറ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രിവിലേജുകൾ ലഭിക്കുന്നതിനാണ്. അത്തരം പ്രിവിലേജുകൾ അഫിലിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്തരം പ്രിവിലേജുകൾ ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യില്ല, ലഭിക്കില്ല. അഫിലിയേറ്റ് ചെയ്യുന്നതിന് സമയപരിധിയില്ല, എപ്പോൾ വേണമെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ ഈ ആപ്ലിക്കേഷൻ കിട്ടി 45 ദിവസത്തിനകം ഒരു മറുപടി ലഭിക്കണം, അല്ലേ? മറുപടി ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ ഈ അഫിലിയേഷൻ നൽകിയതായി കണക്കാക്കും, ആണല്ലോ. ഈ അഫിലിയേഷൻ നൽകിയതായി കണക്കാക്കുമ്പോൾ ഇതിനെയാണ് നമ്മൾ ഡീംഡ് ടു ബി ഗിവൺ എന്ന് പറയുന്നത്, അല്ലേ? എന്താ ഡീംഡ് ടു ബി ഗിവൺ എന്ന് പറയുന്നത്? അതായത് നൽകിയതായി കണക്കാക്കുന്നു എന്ന്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു റെഫ്യൂസൽ ആണ് അവരുദ്ദേശിക്കുന്നത് എങ്കിൽ അവർ റെഫ്യൂസൽ ഓർഡർ കൊടുക്കണം. റെഫ്യൂസൽ ഓർഡർ കൊടുത്ത് 30 ദിവസത്തിനകം അപ്പീലിന് പോകാം. അപ്പീലിന് പോയി 60 ദിവസത്തിനകം അപ്പീലിന്മേലുള്ള മറുപടി ഉണ്ടാകാം, അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ വിധിയിൽ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ യാതൊരു തരത്തിലുമുള്ള മറുപടി ഇല്ല എങ്കിൽ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി ഗിവൺ എന്നാണ്, അല്ലേ? അതായത് ഇത് കൊടുത്തു എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് an affiliation shall be given within 45 days. If not, it is deemed to be given. Otherwise, a refusal order shall be communicated with the society and the aggrieved can go for an appeal within 30 days of such refusal and such appeal shall be disposed within 60 days of such appeal. അല്ലേ? ഇങ്ങനെയല്ലേ പറയുന്നത്? അപ്പോൾ ഇത്രയുമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അഫിലിയേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ അഫിലിയേഷൻ കൊടുക്കുന്നത് എത്ര ദിവസത്തിനാണെന്ന് ചോദിച്ചാൽ 45 ഡേയ്സ്, അല്ലെ? വിത്തിൻ 45 ഡേയ്സ് ഇതിനകത്ത് മറുപടി ഉണ്ടാകണം. മറുപടി ഇല്ല എങ്കിൽ ഡീംഡ് ടു ബി ഗിവൺ എന്നാണ് അർത്ഥം. പിടികിട്ടിയല്ലോ? ഇതിൽ എന്തെങ്കിലും മനസ്സിലാകാത്തതായി എന്തെങ്കിലും ഒരു ഭാഗമുണ്ടോ? ഇല്ല, മനസ്സിലാകാത്തതായി ഒന്നുമില്ല. വളരെ എളുപ്പമുള്ളൊരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അഫിലിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്നും ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം എന്ത് ചെയ്യേണ്ടത്, ചോദിക്കേണ്ടത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഹൂ ഈസ് ദ അതോറിറ്റി കോമ്പീറ്റന്റ് ഫോർ അപ്പീൽ ഇൻ ദ കേസ് ഓഫ് അഫിലിയേഷൻ, അല്ലേ? അഫിലിയേഷൻ്റെ കേസിൽ അപ്പീലിന് പോകേണ്ടത് ആരുടെ അടുത്തേക്ക് എന്ന് ചോദിച്ചാൽ അപ്പീലിന് പോകേണ്ടത് ഒരൊറ്റയാളേ ഉള്ളൂ. ആളിൻ്റെ പേരാണ് RCS. ആളിൻ്റെ പേരെന്താ? RCS. ആളിൻ്റെ പേരാണെന്ത്? RCS, അല്ലേ? അങ്ങനെ പറയുന്നതിന് കാരണം എന്താ? കാരണം ഇവരുടെ ആപ്ലിക്കേഷൻ തള്ളിക്കളയുന്നത് ആരാണ്? ഇവരുടെ ആപ്ലിക്കേഷൻ തള്ളിക്കളയുന്നത് നമ്മുടെ സ്വന്തം ആളായിട്ടുള്ള ആരാണ്? സൊസൈറ്റിയാണ്, അല്ലേ? അഫിലിയേഷൻ തള്ളിക്കളയുന്നത് അപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിയോ ആവാം. അപ്പോൾ അതിനെതിരെ അപ്പീലിന് പോകുന്നത് അതിനേക്കാൾ മുകളിലുള്ള ആളായിരിക്കണം, അല്ലേ? ആരാണ്? RCS ആണ്. ആരാണ്? RCS. മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഹൗ മച്ച് amount should a state cooperative union pay towards election fee for conducting election to its managing committee? മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷൻ നടത്തുന്നതിനായി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് എത്ര രൂപയാണ് ഫീസായി അടയ്ക്കേണ്ടത് എന്നാണ് ചോദ്യം, അല്ലേ? നമുക്കറിയാം, നമ്മൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം അറിയായിരിക്കും. ഇതിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും കൂടിയ തുക, അല്ലേ? എത്രയാണ്? 7500 രൂപയാണ്. ഇതിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത് 7500 ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ് ഇത്തരം സാഹചര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കേണ്ടത് ആരാണ്? സർക്കാരാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ 28 എന്ന് പറയുന്ന സെക്ഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഗവൺമെന്റ് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. എന്നിട്ട് അവരുടെ ഒബ്ജക്റ്റീവ്സ് അതിനകത്ത് പറയുന്നുണ്ട്. എന്താണ്? സൂപ്രണ്ടൻസ്, ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ് ആണ് അവരുടെ എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നുണ്ട്. അവർ ഇത്ര ടൈപ്പ് ഇലക്ഷനുകൾ നടത്തുന്നു എന്നും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അവർ പ്രധാനമായും 5 തരത്തിലുള്ള ഇലക്ഷനുകളാണ് നടത്തുക. 5 തരം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് 5 തരം ഇലക്ഷനുകൾ എന്ന് പറയുന്നത്? ഒന്ന്, ഒരു സാധാരണ സഹകരണ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലേക്കുള്ള ഇലക്ഷൻ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു സഹകരണ സംഘത്തിൻ്റെ
ഏതാണ്? റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലേക്കുള്ള ഇലക്ഷൻ. 3 എന്ന് പറയുന്ന ഒരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ. അടുത്ത 4-മത്തേന്ന് പറയുന്നത് SUവിന്റെ ഇലക്ഷൻ ആണ്. 5-മത്തേന്ന് പറയുന്നത് എന്തോന്നാണ്? CCU ഇലക്ഷൻ. അങ്ങനെ 5 തരത്തിലുള്ള ഇലക്ഷനുകളാണ് ഇവർ കണ്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യം ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഈ ഒരു ആക്ടിനകത്ത്, ഈ ഒരു സെക്ഷൻ 28 എന്ന് പറയുന്ന സെക്ഷനകത്ത് നമ്മൾ പഠിച്ച് ഡിസ്കസ് ചെയ്ത് ഒരുപാട് തവണ പഠിച്ച് കളഞ്ഞിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളടുത്ത് ചോദിച്ചത് ഫീസാണ്. ഫീസ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ഇനി ചോദിക്കാൻ സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇത് പഠിക്കുമ്പോൾ എല്ലാം ഒരു പ്രൊസീജിയർ പോലെ അങ്ങ് പഠിച്ചു വെക്കുക. എല്ലാം ഒരു പ്രൊസീജിയറായിട്ട് തന്നെ അങ്ങ് പഠിച്ചു വെക്കുക. അല്ലാതെ അതിൽ പിന്നീട് പിശുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഓക്കെ, എല്ലാം ഒരു പ്രൊസീജിയറാണ്. ഈ ഇലക്ഷൻ വരുമ്പോൾ തന്നെ അതൊരു പ്രൊസീജിയറാണ് അല്ലേ? അത് ആദ്യം എന്ന് പറയുന്നത് നമ്മൾ എന്തോന്നും ചെയ്യുക, നമ്മൾ അതിൻ്റെ ആ ഒരു മീറ്റിംഗ് കൂടുക. മീറ്റിംഗ് കൂടിയതിന് ശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരാഴ്ചയ്ക്ക് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഒരു നോട്ടിഫിക്കേഷൻ വരും അല്ലേ? നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വോട്ടർ പട്ടികയായി, പിന്നെ അതിൻ്റെ പരിശോധനയായി, അതിനുശേഷം നാമനിർദ്ദേശം അല്ലെ, നാമനിർദ്ദേശത്തിന് ശേഷം സ്ക്രൂട്ടിനി, അങ്ങനെ ഒരു പ്രൊസീജിയറുണ്ട്. ഈ പ്രൊസീജിയർ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഇലക്ഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യവും വരുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നോക്ക്, SUവിൻ്റെ ഇലക്ഷനാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ SUവിൻ്റെ ഇലക്ഷൻ പഠിക്കുമ്പോൾ മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷൻ ഓഫ് SU ഷാൽ ബി കണ്ടക്റ്റഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ? SUവിലേക്കുള്ള മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷൻ നടത്തുന്നത് ആരെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. റൂൾ 154 നമ്മൾ ഈ ഒരു ഏതിനെ പറ്റിയിട്ട് SU ഇലക്ഷനുമായി ബന്ധപ്പെട്ട റൂൾ എന്ന് പറയുന്നത് റൂൾ 154 എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് യൂണിയൻ അല്ലേ, ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഇലക്ഷൻ നടത്തുന്നതുമായി സംബന്ധിച്ച ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ആ ഫീസ് എന്ന് പറയുന്നത് ആർക്കടയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ അതാണ് അവിടുത്തെ ചോദ്യം. ആർക്കടയ്ക്കുന്നു? ടു ഗവൺമെൻറ് അല്ലേ? അതോതാണ് ഗവൺമെൻറ്റിലേക്കാണ് എന്തോന്ന് അടയ്ക്കേണ്ടത്? ഫീസ് അടയ്ക്കേണ്ടത്. ഓക്കെ, അതിപ്പോൾ ഓരോന്നിനും ഓരോന്നാണ്. അതായത് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിക്ക് ഒരു ഫീസാണ്, അല്ലാതെ മാനേജിംഗ് കമ്മിറ്റിക്ക് മറ്റൊരു ഫീസാണ്. അങ്ങനെ പലതരത്തിൽ എന്തോന്നുണ്ട്? ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആർക്കടയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിനാണ് എന്ത് ചെയ്യുക? അടയ്ക്കുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാൻ. ഇപ്പോൾ ഇതിപ്പോൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഒരു അപ്പെക്സ് സൊസൈറ്റിയിലേക്കോ SUവിലേക്കോ ആണെങ്കിൽ 7500 രൂപ ഫീസ്. സെൻട്രലും ഫെഡറലും ആണെങ്കിൽ 4500. ക്രെഡിറ്റ് ഹൗസിംഗ് ആണെങ്കിൽ 3000. അതർ CCU എന്നിവരാണെങ്കിൽ 1500. ഇങ്ങനെയാണ് ഈ ഒരു കാറ്റഗറി വരുന്നത്. അപ്പോൾ അപ്പെക്സ് CCU എന്നിവരാണെങ്കിൽ 7500, സെൻട്രൽ ഫെഡറൽ എന്നിവരാണെങ്കിൽ 4500. ഇനി അടുത്ത് ക്രെഡിറ്റ് ഹൗസിംഗ് ആണെങ്കിൽ 3000, അതർ ഓർ SU ആണെന്നുണ്ടെങ്കിൽ 1500. ഇതിൽ SU എന്ന് പറഞ്ഞു, CCU ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ CCU ആണ്. CCU എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇനി ഈ ഒരു കാറ്റഗറിയിൽ ഒന്നും അല്ലാതെ മറ്റേതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിന്നും ചോദിച്ചാൽ, അതായത് ഇപ്പോൾ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് എത്ര രൂപയെന്ന് ചോദിച്ചാൽ എത്ര രൂപ? 1500 രൂപ അല്ലേ? കാരണം ഇത് നമ്മൾ ഇതിലൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ എത്രയാ? 1500 രൂപയാണ് അടയ്ക്കേണ്ടത് അല്ലേ? ഇനി ചിലപ്പോൾ ചോദിക്കുകയാണ് എന്തോന്നാണ്, KRFED എത്ര രൂപ അടയ്ക്കണം? നമുക്കറിയാം KRFED എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ് അല്ലേ? അപ്പോൾ എത്രയാണ് അടയ്ക്കേണ്ടത്? 7500 രൂപ അടയ്ക്കണം. ഇനി അടുത്ത് ചോദിക്കുകയാണ് റെയ്റ്റ്കോ എത്ര രൂപ അടയ്ക്കണം അല്ലേ? റെയ്റ്റ്കോ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, റെയ്റ്റ്കോ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സൊസൈറ്റിയാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ റെയ്റ്റ്കോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ അടയ്ക്കണം? 4500 രൂപ അടയ്ക്കണം. ഇനി അടുത്ത ചോദിക്കുകയാണ് ഹൗസ് ഫെഡ് എത്ര രൂപ അടയ്ക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായോ, ഹൗസിംഗ് സൊസൈറ്റി ആണോ അതോ അപ്പെക്സ് ആണോ ഹൗസ് ഫെഡ് അല്ലേ? ഹൗസ് ഫെഡ് എന്ന് പറയുന്ന അപ്പെക്സ് ആണ്, അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ഒരു സാഹചര്യവും ഇല്ല. അപ്പോൾ ഹൗസ് ഫെഡ് എന്ന് പറയുന്ന സ്ഥാപനം എത്ര രൂപ അടയ്ക്കണമെന്ന് ചോദിച്ചാൽ അപ്പെക്സ് അടയ്ക്കുന്ന തുക തന്നെ ഹൗസ് ഫെഡ് അടയ്ക്കണം. എത്ര രൂപ? 7500 രൂപ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഫീസുകളെ നമ്മൾ എന്തോന്നും ചെയ്യാറുള്ളത്, പഠിക്കാറുള്ളത്. അപ്പോൾ ഫീസ് പഠിക്കുമ്പോൾ നമുക്ക് 4 കാറ്റഗറിയേ ഉള്ളൂ. ഏതൊക്കെയാണ്? 7500, 4500, 3000, 1500. പിടികിട്ടിയില്ലേ? ഇനി ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എക്സംഷൻ കൂടെ ഉണ്ട്. എക്സംഷൻ്റെ കാര്യങ്ങൾ കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. എക്സംഷൻ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള സൊസൈറ്റികളെ പറ്റിയിട്ടാണ്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ SC STകളും, പിന്നെ അതുപോലെ തന്നെ ആരെയുമാണ്, നമ്മളെ ഫിസിക്കലി ഡിസേബിൾഡിനെയും, പിന്നെ സ്കൂൾ കോളേജിനെയും, എല്ലാ സൊസൈറ്റീസ് ഫോർ ദെയർ ഫസ്റ്റ് ഇലക്ഷനും എന്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്? നമ്മുടെ ഇലക്ഷൻ ഫീസ് പേയ്മെൻറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ ഫീ പേയ്മെൻറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള സൊസൈറ്റികൾ ഏതൊക്കെയാണ്? SC STs, സ്കൂൾ സൊസൈറ്റീസ് ഫോർ ഫസ്റ്റ് ഇലക്ഷൻ. ഏതൊക്കെയാണ്? SC STs, സ്കൂൾ സൊസൈറ്റീസ്,
സൊസൈറ്റീസ് ഫോർ ഫസ്റ്റ് ഇലക്ഷൻ. ഒന്നുകൂടെ, SC/STs, സ്കൂൾ സൊസൈറ്റീസ് ഫോർ ദെയർ ഫസ്റ്റ് ഇലക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ എന്തോന്നും ചെയ്തിട്ടുള്ളത്, എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ 4 കാറ്റഗറിയാണ് അല്ലേ. ആരൊക്കെയാണ്? ഒന്ന് SC/STs, ഫിസിക്കലി ഡിസേബിൾഡ്, സ്കൂള്, പിന്നെ എല്ലാ സൊസൈറ്റി ഫോർ ദെയർ ഫസ്റ്റ് ഇലക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റുകൾ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോ. If any society fails to submit quarterly returns on credit activities duly certified by Chief Executive of the society as per dash shall be liable to pay fine not exceeding 10,000 rupees. അല്ലേ, എന്താ പറയുന്നേ? ഏതെങ്കിലും ഒരു സൊസൈറ്റി ക്വാർട്ടർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഈ സെക്ഷൻ പ്രകാരം 10,000 രൂപ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് പറയുന്നത് അല്ലേ. ക്വാർട്ടർലി റിട്ടേൺ, പുതിയ ആളാണ്. ക്വാർട്ടർലി റിട്ടേൺ എന്ന് പറയുന്നത് പുതിയ ആളാണ് അല്ലേ. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇവിടെ നമ്മുടെ 66C പറയുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, ക്വാർട്ടർലി റിട്ടേൺ എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരൻ അല്ലേ. അപ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക റൂളും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഒരു റൂളുണ്ട്, ആ റൂളിനകത്ത് ഇങ്ങനെ കുത്തിക്കയറ്റിയതാണ് അല്ലേ. അപ്പോൾ ഈ പുള്ളിക്കാരൻ അതിനകത്ത് നല്ല സേഫായിട്ട് കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ക്വാർട്ടർലി റിട്ടേൺ എന്താ? ക്വാർട്ടർലി റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ പിള്ളേരെ, ഇവർക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടേമാണ്, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. ഓരോ ക്വാർട്ടറിലും, അതായത് ഓരോ 3 മാസം കൂടുന്തോറും നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് സർട്ടിഫൈ ചെയ്ത റിട്ടേൺസിൻ്റെ ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, എത്തിക്കണം അല്ലേ. അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത്, ക്വാർട്ടർലി റിട്ടേൺ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ക്വാർട്ടർലി റിട്ടേൺ അല്ലേ. അപ്പോൾ ഈ ക്വാർട്ടർലി റിട്ടേണെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട റൂളുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ റൂള് 33 ഈ ക്വാർട്ടർലി റിട്ടേണിനെ പറ്റിയിട്ട് പറയുന്നത്. ക്വാർട്ടർലി റിട്ടേണിൽ അതുപോലെ തന്നെ സെക്ഷൻ 66C നമ്മൾ എന്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഈ ക്വാർട്ടർലി റിട്ടേണിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും എന്തോന്നും ചെയ്യണം, എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ പ്രൊഡ്യൂസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിട്ടേൺസ് ബിഫോർ ദ രജിസ്ട്രാർ ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ കമ്മിറ്റി വിത്തിൻ 6 months അല്ലേ. ഓരോ വർഷവും അവസാനിച്ച 6 മാസത്തിനകം രജിസ്ട്രാറിൻ്റെ മുമ്പാകെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്തോ ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. നമ്മൾ 33 നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റുകളുടെ പേര് പഠിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ എന്തോ ചെയ്യണം, ഓരോ വർഷം അവസാനിച്ച് 6 മാസത്തിനകം എന്ത് ചെയ്യാനുള്ളതാണ്, സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ അത് ഏതൊക്കെയാണെന്താ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആനുവൽ ഓഡിറ്റ് റിപ്പോർട്ട്, അതുപോലെ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, ക്വാർട്ടർലി റിട്ടേൺ അല്ലേ. അപ്പോൾ ഈ ക്വാർട്ടർലി റിട്ടേണിന് എഴുതിയിട്ടുണ്ട് എന്തോന്നാണ്, ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി അല്ലേ. സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് സർട്ടിഫൈ ചെയ്ത ഏതാണ് വേണ്ടത്, ക്വാർട്ടർലി റിട്ടേൺ ആണ് വേണ്ടത്. ഇനി ആ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഒന്ന് നോക്കിക്കേ. ആ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടിൽ എന്താ ചോദിക്കുന്നത്, അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി. റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കമ്മിറ്റി അപ്രൂവ് ചെയ്തതാവണം അല്ലേ. on summary of defects in the audit report and approval of general body of the society on steps to be taken for rectification of such defects. എന്താ പറയുന്നത്, അതായത് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്രൂവ് ചെയ്തിട്ടുള്ളത് ആരാവണം, കമ്മിറ്റിയാണ്. അത് സമ്മറി ഓഫ് ഡിഫക്ട്സ്, അതായത് ഓഡിറ്റിൻ്റെ പ്രക്രിയയുടെ ഇടയിൽ ഉണ്ടായ സമ്മറി ഓഫ് ഡിഫക്ട്സിൻ്റെ റിപ്പോർട്ട്, പിന്നെ ആ ഒരു സാധനം ആര് അപ്രൂവ് ചെയ്തിട്ടുണ്ടത്, ജനറൽ ബോഡി അപ്രൂവ് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് വേണം എന്തായിട്ട് റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യാനുള്ളത്, സബ്മിറ്റ് ചെയ്യാനുള്ളത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, കാരണം ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കാൻ നല്ല സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇഫ് എനി സൊസൈറ്റി ഫെയിലുവർ ടു സബ്മിറ്റ് ക്വാർട്ടർലി റിട്ടേൺ അല്ലെ, ക്വാർട്ടർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായാൽ ആ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് 66C(2) അനുസരിച്ച് അല്ലേ, ആ സൊസൈറ്റിയുടെ കാറ്റഗറി അനുസരിച്ച് ഫൈൻ എമൗണ്ട് അടയ്ക്കേണ്ടി വരും അല്ലേ. സൊസൈറ്റിയുടെ കാറ്റഗറി എന്ന് പറയുന്നത് ക്ലാസ് 1, അതുപോലെ തന്നെ എന്തോന്നാണ് നമ്മുടെ ക്ലാസ് 1, പിന്നെ സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ് അല്ലേ.
ഈ കാറ്റഗറിയിൽ വരുന്ന സൊസൈറ്റികളാണെങ്കിൽ 10,000 രൂപയുടെ ഫൈനാണ്. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ് എന്നിവയാണെങ്കിൽ 10,000 രൂപയുടെ ഫൈനും, ക്ലാസ് 2, 3 എന്നിവയാണെങ്കിൽ 8,000 രൂപയുടെ ഫൈനും, ക്ലാസ് 4, 5 എന്നിവയാണെങ്കിൽ 6,000 രൂപയുടെ ഫൈനും, മറ്റേത് സൊസൈറ്റി ആയിരുന്നാലും 5,000 രൂപയുടെ ഫൈനും എന്ത് ചെയ്യേണ്ടതാണ്, അടയ്ക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അതത്രയും നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ് എന്നിവർ 10,000, ക്ലാസ് 2, 3 എന്നിവർ 8,000, ക്ലാസ് 4, 5 എന്നിവർ 6,000, മറ്റേത് സൊസൈറ്റി ആയിരുന്നാലും 5,000. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്ത ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഇത്രയുമാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ആ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഇതൊന്ന് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്ന ഒരു മാർക്ക്, ആ ഒരു മാർക്കിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് എന്ത് ചെയ്യുക, കൂട്ടി നിങ്ങളെ എന്ത് ചെയ്യുക ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എന്തോന്നും ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനത്തെ ഒരു സീരീസ് നിങ്ങളുടെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഈ ഒരു സീരീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% ബെനിഫിറ്റ് മാത്രമേ ഇതിനകത്ത് നിന്ന് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.